നിർത്ത് നിർത്ത്. ഗൗതമാണല്ലോ പോകുന്നത്. ഇതെങ്ങോട്ട് പോവാ? ഇനിയിപ്പോ നിർമ്മലന്റെ ഗൗതമനെ വിളിച്ച് വേറെ എവിടെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞു കാണൂ. എന്തുപറ്റി മാഡം? അതെ, ഒന്ന് ആ വഴിക്ക് തിരിച്ചു വിടണം. ഒരു സിൽവർ കളർ കാറ് പോയില്ലേ, അതിനെ ഒന്ന് ഫോളോ ചെയ്യണം. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഭഗവാനെ, ഇത് ഗൗതമനെ കണ്ടു കാണുവോ? എന്റെ ദൈവമേ. ഇനി എങ്ങോട്ടാടാ? സാർ ഇവിടെ നിന്ന് റൈറ്റ് പോണം സാർ. മാഡം, ആ കാർ എങ്ങോട്ടാ പോയെന്ന് അറിയാൻ വയ്യല്ലോ. നേരെ തന്നെ ആയിരിക്കും, അങ്ങോട്ട് പോട്ടെ. സർ, ഹലോ സർ. നീ അവളുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് സർ, ഞാൻ ഓട്ടോയുടെ പിന്നാലെ തന്നെ ഉണ്ട്. ആ ശരി ശരി, ഒരു കാരണവശാലും അവളെ വിട്ടുകളയരുത്. ശരി സർ. ആന്റി, നിർത്ത് നിർത്ത് നിർത്താൻ. എന്ത് പണിയാ ആന്റി കാണിച്ചേ? ഇറങ്ങിക്ക ഇങ്ങോട്ട്. ഞാൻ അങ്ങ് വരുന്നില്ല, നീ പോവാൻ നോക്ക്. നിങ്ങൾ ഓട്ടോ എടുത്തേ. പ്ലീസ് പോലെ. ആന്റി വെറുതെ വാശി കാണിക്കാതെ. ആന്റി പോകുന്നത് ഗൗതമേട്ടനെ കാണാനല്ലേ? അതേലോ, അതിനിപ്പോ നിനക്കെന്താ വേണ്ടത്? ഞാൻ എന്റെ മോനെ കാണാനാ പോകുന്നത്. നീ എന്തിനാ എന്റെ ഓട്ടോ തടഞ്ഞു നിർത്തിയത്? നിങ്ങൾ വണ്ടി എടുത്തേ. ചേട്ടാ പോലെ പ്ലീസ്. ആന്റി, ചേച്ചിയോടൊന്ന് സംസാരിക്കേ. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. നീ നിധിയെ വിളിക്കരുത്. ഹലോ നിഖിലേ, നീ എവിടെയാടാ? ചേച്ചി, നിർമ്മലാന്റി ഞാൻ കണ്ടു. ഓട്ടോയില് ഈശ്വരമംഗലത്തെ ഓഫീസിലേക്ക് പോവുമായിരുന്നു. ഒരു മിനിറ്റ് ചേച്ചി, ഫോണിൽ ആന്റിയുടെ കയ്യിൽ കൊടുക്കാം. ആന്റി ഇതാ സംസാരിക്കുക. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. നീ അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് പോണം. പ്ലീസ് ആന്റി ഒന്ന് സംസാരിക്കുക. എന്നിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിക്കുക. ഞാൻ സംസാരിക്കില്ല എന്ന് വെച്ച് സംസാരിക്കില്ല. ഒന്ന് വാങ്ങിക്ക ആന്റി പ്ലീസ്. ഒന്ന് പിടിക്ക്. ചേച്ചിയോട് ഒന്ന് സംസാരിക്കുക. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ആന്റി പൊയ്ക്കോ. പ്ലീസ് പ്ലീസ് ആന്റി പ്ലീസ്.
ഹലോ ആന്റി, ഹലോ. നിനക്കെന്താ പറയാനുള്ളത്? എന്തിനാ ആന്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇത് പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. എന്റെ മോനോട് സത്യം തുറന്നു പറയണമെന്ന് നിന്നോട് ഞാൻ പലവട്ടം യാചിച്ചതാ. എന്നിട്ടും എന്റെ ആഗ്രഹം നീ സാധിച്ചെന്നോ? ഇതിപ്പോ എത്ര നാളായി? എന്ന് കരുതി എന്നോട് പോലും പറയാതെ ഇറങ്ങി പോവാണോ വേണ്ടത് ആശുപത്രിയിൽ നിന്ന്? ആന്റി, ഗൗതമിനെ കണ്ട് എല്ലാം തുറന്നു പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരവസാനം ഉണ്ടാവും. ഒരു അനാഥനാണെന്ന് എന്റെ മോന്റെ വിഷമം മാറിക്കിട്ടും. എന്റെ കണ്ണടഞ്ഞു പോയ എനിക്ക് കൊള്ളിവെക്കാൻ ആരുമില്ലെന്ന് എന്റെ സങ്കടം അവസാനിക്കും. പാറുമ്മയുടെ കാര്യം ആലോചിക്കാത്ത എന്താ? ഗൗതമിന്റെ യഥാർത്ഥ അവകാശി വരുന്നു എന്നറിഞ്ഞ പാറുമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നുമല്ല പ്രശ്നം. ഗൗതം സത്യം അറിഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും ഞാനാണ് കാരണക്കാരി എന്നല്ലേ അമ്മ പറയൂ? എന്നെ പിന്നെ ഈശ്വരമംഗലത്ത് വെച്ച് പൊറപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അതിന്റെ പേരിൽ എല്ലാ കാലവും ആരും ഇല്ലാത്തവളായി ജീവിച്ചു മരിക്കണം എന്നാണോ നീ പറയുന്നത്? നടക്കില്ല നിധി. ഞാനിന്ന് ഗൗതമനെ കണ്ടിട്ടേ അടങ്ങും. ഞാൻ ഫോൺ വയ്ക്കുക. ആന്റി, വെക്കരുത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒന്ന് സമാധാനപ്പെട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. എനിക്കൊരല്പം സമയം കൂടി താ. കുറച്ച് സമയം കൂടി തരാൻ പറഞ്ഞ ഇനി എത്ര നാള് ഞാൻ ഉണ്ടാവുമെന്ന് കരുതിയാ? എന്റെ മരണം ഞാൻ തന്നെ മുന്നിൽ കണ്ടു തുടങ്ങി. എന്റെ മോനെ സത്യം അറിയിച്ചേ പറ്റൂ. ആന്റി, ആന്റി ഇപ്പൊ ഗൗതമിനോട് എല്ലാം തുറന്നു പറഞ്ഞ ആ കുടുംബം തകർന്ന് തരിപ്പണമായി പോവും. ആന്റി കാരണം ആന്റിയെ ഇത്രയധികം സ്നേഹിച്ച ഒരു കുടുംബം തകരണമെന്നാണ് ആന്റി പറയുന്നത്. ഏത് വിധത്തിലും ഗൗതമിനെ ഇല്ലാതാക്കാൻ CKC തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയില് ഗൗതമിന് ഇങ്ങനൊരു ഇഷ്യൂ കൂടി ഉണ്ടെന്ന് പുറം ലോകം അറിഞ്ഞാലുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ചുകൂടി സാവകാശം ആന്റി എനിക്ക് തരണം. ഒരു ദിവസം ഞാൻ എല്ലാം ഗൗതമിനെ അറിയിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ ഓരോ ദിവസവും നീ നീട്ടിക്കൊണ്ടു പോയത്. ഇനി ആ അടവ് നടക്കില്ല നിധി. ഇത് അടവൊന്നുമല്ല. ഗൗതം ഇന്ന് സത്യം അറിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ പാറുമ്മയുടെ ശവമായിരിക്കും കാണേണ്ടി വരിക എന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പറയാ, ആന്റിയുടെ കളിക്കൂട്ടുകാരിയുടെ മരണം ആന്റിക്ക് ഇന്ന് തന്നെ കാണണോ? പ്ലീസ് ആന്റി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ദേവി ഇതൊന്ന് തിരിച്ചു പോ. ആന്റി ഇന്ന് ഗൗതമിനെ കാണരുത്. അങ്ങനെ ചെയ്താ ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും ആന്റി നമ്മള്. ശരി, തൽക്കാലം നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. പക്ഷെ ഇനി വെച്ച് നീട്ടാൻ പറ്റില്ല നിധി. ഇല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടൻ ഉണ്ടാവും. ദയവ് ചെയ്ത് ആന്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് തിരിച്ചു പോ. ഞാൻ പോവാം. ആന്റി, ഫോൺ ഒന്ന് നിഖിലിന്റെ കയ്യിൽ കൊടുത്തേ.